സലീമയുടെ തുടരാൻ ഒറ്റ കാര്യം കൂടി. എന്തുകൊണ്ട് യു പിയിൽ യോഗി വീണ്ടും അധികാരത്തിലെത്തി? സിമ്പിളാണ് ഉത്തരം. എന്തുകൊണ്ടാണെന്നറിയോ? അവിടുത്തെ സാധാരണക്കാർക്ക് രാത്രികാലങ്ങളിലും ഇറങ്ങി നടക്കാൻ സാധിക്കുന്നുണ്ട്. 7 മണിയൊക്കെ കഴിഞ്ഞ വാരണാസി പോലുള്ള പ്രദേശങ്ങളിലൊക്കെ ദാദാഗിരിയായിരുന്നു. അവിടെ ഗുണ്ടകളെ ഭയന്ന് ഇവർക്കൊക്കെ നേരത്തെ വീട് പിടിക്കണം. പക്ഷേ അവിടെ സമാധാനം, സുരക്ഷിതത്വം അതെല്ലാം ഉറപ്പുവരുത്താൻ യോഗി സർക്കാരിന് സാധിച്ചു. അതുകൊണ്ടാണ് വീണ്ടും അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കിയത്. സിമ്പിളാണ് ഇതൊക്കെ. നിങ്ങൾ പറയുന്ന പോലെ ഈ വർഗീയത പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിങ്ങളെ ഭയപ്പെടുത്തിയതുകൊണ്ട് ഒന്നും ഒരിക്കലും ഇങ്ങനെ തിരിച്ചു വരാൻ പറ്റില്ലല്ലോ. അപ്പോൾ സാധാരണക്കാർ പോലും അവർ വളരെ പ്രായോഗികമായി ചിന്തിച്ചു തുടങ്ങി. അത് യു പിയിൽ അതിൻ്റെ ഉദാഹരണമുണ്ട്. കേരളത്തിലും അതാണ് ഞാൻ പറയുന്നത്, മാറ്റത്തിൻ്റെ കാറ്റ് വീശി തുടങ്ങിയിരിക്കുന്നു. അത് നിങ്ങളുടെ പ്രതീക്ഷയും മോഹവും ആഗ്രഹവുമാണ്. ഓക്കെ, അത് ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് 2 ദിവസം കൂടിയേ ഉള്ളൂ. നമുക്ക് 4-ാം തീയതി ഏതാണ്ട് ഈ സമയമാകുമ്പോൾ നമുക്ക് ഇതേക്കുറിച്ച് ഒരു വിശകലനം നടത്താവുന്നതേ. വരണം എന്തായാലും ഡിബേറ്റിൽ പങ്കെടുക്കണം, ഓടിപ്പോകരുത്. ഒരു തരത്തിലും കേരളത്തില് ഈ തെരഞ്ഞെടുപ്പില് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാര്യമായ മുന്നേറ്റം ഉണ്ടാക്കും. BJP ഏതായാലും അക്കൗണ്ട് കേരളത്തിൽ തുറക്കില്ല. അത് പാർലമെന്റിലേക്ക് ഒരു സീറ്റും ജയിക്കാൻ പോകുന്നില്ല. അല്ല, AVP സർവേയിൽ പറഞ്ഞിരിക്കുന്നത് സംഭൂജരാവുന്നാണ് പറയുന്നത്. ഇനിയും കേരളത്തിലെ നേതാക്കളെ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് രാജ്യസഭയിലൂടെ പാർലമെന്റ് കാണിക്കേണ്ടി വരും. ഇവിടെ ഏതായാലും ലോകസഭയിൽ. മാഷേ നമുക്ക് ചർച്ചയുടെ 2ാം ഘട്ടത്തിൽ ഇപ്പൊ കേരളം നമുക്കൊന്ന് പരിശോധിക്കാം. മാഷേ, ഇപ്പോഴേ കരച്ചിൽ തുടങ്ങിയിരിക്കുക ഇവരൊക്കെ. എന്റെ സുഹൃത്താണ് ശ്രീ സലീം മടവൂര്. അദ്ദേഹത്തോട് ഞാൻ ചില വസ്തുതകൾ ചൂണ്ടിക്കാണിക്കും. സർ, നമ്മൾ യാത്ര പോകുമ്പോൾ നമുക്ക് തോന്നും നമ്മളാണ് എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുന്നത് എന്ന്. കർണാടകയിലെ തെരഞ്ഞെടുപ്പിന് പോയപ്പോഴും ഞാനും വിചാരിച്ചത് കർണാടകയിലൊന്നും ഭാരതീയ ജനതാ പാർട്ടിക്ക് കൊടുക്കാൻ ഒരു സാധ്യതയും ഇല്ല എന്നുള്ളതായിരുന്നു. പക്ഷെ വോട്ടെണ്ണി നോക്കിയപ്പോഴാണ് മനസ്സിലാകുന്നത് നമ്മൾ കണ്ടതായിരുന്നില്ല യാഥാർത്ഥ്യം. സലീം മടവൂര് എതിലെയൊക്കെയോ പോയപ്പോ കൂടെ ഇരിക്കുന്ന ആളുകൾ പറഞ്ഞിട്ടുണ്ടാകാൻ ജയിക്കുമെന്ന്. അപ്പൊ ഞാൻ താങ്കളോട് വളരെ വിനയപൂർവ്വം ചോദിക്കട്ടെ, ത്രിപുര എന്ന് പറയുന്ന 10-24 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഒരു എതിർശബ്ദം ഉയരാൻ പോലും അനുവദിക്കാതിരുന്ന ആ സംസ്ഥാനം ഭാരതീയ ജനതാ പാർട്ടി ഭരിക്കുമെന്ന് സലീം മടവൂരിന് ഒരു 10 വർഷം മുമ്പ് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നു? അതേ ത്രിപുരയില് 1998 മുതൽ 10 തവണയാണ് സലീം മടവൂരെ ധൻപൂർ മണ്ഡലം, മണിക് സർക്കാരിനെ അവസാനം വിജയിപ്പിച്ചിരുന്ന ധൻപൂർ മണ്ഡലം അവരുടെ കൈപ്പിടിയിലായിരുന്നു. ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ അവിടെ ജയിക്കുമെന്ന് ഏതെങ്കിലും ഒരു ഇടതുപക്ഷ സുഹൃത്തിന് സലീം മടവൂർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് തോന്നിയിരുന്നോ? ത്രിപുരയില് ഇനി താങ്കൾ ഇവിടെ കുറെ ഇസ്ലാമിക സ്നേഹത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു. എന്തോ BJPക്കാര് മുസ്ലിങ്ങൾക്കെതിരാണ്, മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് എന്നൊക്കെ. ഞാൻ സലീം മടവൂരിനെ ഓർമ്മിക്കുന്നത് നമ്മുടെ ഉമ്മൻചാണ്ടിയുടെ തെരഞ്ഞെടുപ്പ് നടന്ന പുതുപ്പള്ളി തെരഞ്ഞെടുപ്പോടൊപ്പം ത്രിപുരയിലെ ബോക്സ നഗർ എന്ന് പറയുന്ന ഒരു നിയോജക മണ്ഡലത്തിൽ അവിടെയുള്ള സ്ഥാനാർത്ഥി മരിച്ചു പോയത് കൊണ്ട് ഉപതെരഞ്ഞെടുപ്പ് നടന്നിരുന്നു. 66% അവിടെ മുസ്ലിങ്ങളായിരുന്നു സലീം മടവൂര്. ഒരുപക്ഷെ ഇന്ത്യയിലെ ആദ്യത്തെ ഇന്ത്യ മുന്നണിയുടെ മത്സരം നടന്ന യോജിച്ച് CPM-ഉം കോൺഗ്രസും കൂടി ഒരു സ്ഥാനാർത്ഥിക്ക് പരസ്യമായി പിന്തുണ പ്രഖ്യാപിച്ച് ഇന്ത്യയിൽ നടന്ന ആദ്യ തെരഞ്ഞെടുപ്പാണ്. താങ്കളുടെ ഓർമ്മയിലേക്ക് ഞാൻ ആവർത്തിക്കുന്നു, ബോക്സ നഗർ മുസ്ലിം കമ്മ്യൂണിറ്റി 66%. അവിടെ മത്സരിച്ച സ്ഥാനാർത്ഥി തഫ്ജൽ ഹുസൈൻ. നിങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ CPM-ഉം നിങ്ങൾ എല്ലാവരും കൂടി ഒരുമിച്ച് പിന്തുണച്ചു. സലീം മടവൂരിന് വിശ്വസിക്കാൻ സാധിക്കുമോ? ആ സീറ്റ് ഭാരതീയ ജനതാ പാർട്ടി താമര ചിഹ്നത്തിൽ മത്സരിച്ച് പിടിച്ചെടുത്തു എന്ന്. അവിടെ കിട്ടിയ വോട്ടും കൂടി സലീം മടവൂർ ഒന്ന് നോട്ട് ചെയ്യണം. വെറും 3909, 3909. തൊട്ട് മുമ്പ് ഇടതുപക്ഷവും ഒറ്റയ്ക്ക് കൈവശം വെച്ചിരുന്ന മണ്ഡലത്തിൽ ഉണ്ടായ അനുഭവം 66% മുസ്ലിങ്ങൾ. ഇനി ഞാൻ താങ്കളെ വീണ്ടും ശ്രമിക്കുന്നു. താങ്കൾ ഇപ്പോ മുസ്ലിങ്ങൾ അങ്ങ് BJPക്ക് എതിരാണ് എന്നുള്ള മോഹമൊക്കെ നിങ്ങൾ മനസ്സിൽ വെച്ചോളൂ, ഞാൻ എതിർക്കുന്നില്ല സലീം. നിങ്ങൾക്കറിയാമല്ലോ, ഗുജറാത്തില് BJP മുസ്ലിങ്ങൾക്കെതിരാണ് എന്നാ പറഞ്ഞു. സലീം പറയുമ്പോൾ ഞാൻ അക്ഷരം സംസാരിക്കില്ല, ഒന്ന് എന്നെ കേൾക്കൂ നിങ്ങൾ. ഗുജറാത്തില് അഹമ്മദാബാദിൽ 70% മുസ്ലിം വോട്ടർമാരാണ്. 9 നിയമസഭാ മണ്ഡലമുണ്ട് ആ മേഖലയിൽ. നിങ്ങൾക്കറിയുമോ, ആദ്യമായിട്ട് 9-ൽ 7 BJP അവിടെ ജയിച്ചു.
ആ മേഖലയിൽ 70% മുസ്ലിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ അവർ BJPയോടൊപ്പം നിൽക്കുമോ? നോക്കൂ, നിങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിമർശിക്കുന്ന മറ്റൊരു സംസ്ഥാനമാണ് UP. UPയിലെ രാംപൂർ മണ്ഡലം കൃത്യമായിട്ട് സലീം മടവൂരിന് ഫെമിലിയർ ആയ ഒരു പദമാണ് ഞാൻ പറഞ്ഞത്. 19 തെരഞ്ഞെടുപ്പാണ് രാംപൂർ മണ്ഡലത്തില് ജനങ്ങൾ നേരിട്ടത്. ആ മണ്ഡലത്തില് 19 തവണയും ജയിച്ചത് മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ഥാനാർത്ഥികൾ മാത്രമായിരുന്നു. അവസാനം അസം ഖാൻ, ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ സലീമിന്, അസം ഖാന്റെ വിദ്വേഷ പ്രസംഗം നടത്തി അദ്ദേഹത്തെ അയോഗ്യനായി പ്രഖ്യാപിച്ചു. സലീമെ, ഇന്ന് ആ മണ്ഡലം ആരുടെ കയ്യിലാണ്? ഏതാണ്ട് 70-75% മുസ്ലിം വോട്ടർമാരുള്ള മണ്ഡലത്തിൽ മുസ്ലിങ്ങളെ സഹായിക്കാതെ BJPയുടെ MP അവിടെ ജയിക്കുമോ? എങ്ങനെ? എത്ര ഉദാഹരണങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കണം? ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞത് ശരിയാണ്, താങ്കൾ പറഞ്ഞതിലെ വസ്തുതാപരമായ തെറ്റുകൾ ഞാൻ ചൂണ്ടിക്കാണിക്കട്ടെ. BJP സംവരണത്തിനെതിരല്ല, BJP മതസംവരണത്തിനെതിരാണ്. കാരണം ഇന്ത്യൻ ഭരണഘടനയിൽ ഒരിടത്തും പിന്നോക്കാവസ്ഥയ്ക്ക് കാരണം മതമാണ് എന്ന് പറയുന്നില്ല. മതസംവരണത്തിന് BJP എതിരാണ്. ഞങ്ങൾ അടിവരയിട്ട് പറയുന്നു, മതത്തിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും ഒരു മതത്തിന് ഇന്ത്യ രാജ്യത്ത് സംവരണം നൽകണമെന്ന് ഭരണഘടന അനുശാസിക്കാത്തിടത്തോളം കാലം അതിനെ ഞങ്ങൾ എതിർക്കും. ഇനി താങ്കളുടെ എന്റെ വിനയപൂർവ്വമുള്ള ചോദ്യം, സർ, ഈ രാജ്യത്തെ ഹരിജനങ്ങളും ഈ രാജ്യത്തെ മറ്റു പിന്നോക്ക വിഭാഗങ്ങളും ഈ രാജ്യത്ത് കഷ്ടപ്പെടുന്നുവെങ്കിൽ 6 പതിറ്റാണ്ട് സ്വതന്ത്ര ഭാരതം ഭരിച്ചത് ഇന്ത്യ മുന്നണിയുടെ ഇന്നത്തെ നേതാക്കന്മാരല്ലേ, അവരുടെ കക്ഷികളല്ലേ? 6 പതിറ്റാണ്ട് കൊണ്ട് ഈ രാജ്യത്തെ വനവാസികൾക്കും പിന്നോക്ക ദളിത് വിഭാഗങ്ങൾക്കും സാമൂഹ്യ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തം നിങ്ങളുടെ സംവരണ നയത്തിൽ എന്തോ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതല്ലേ? ഈ വനവാസികൾക്കും ദളിതർക്കും ആദിവാസികൾക്കും സംവരണം പിടിച്ചു മാറ്റിയിട്ട് മതസംവരണക്കാർക്ക് പിടിച്ചു കൊടുക്കുമെന്ന് പറയുന്നത് എന്ത് നീതിയാണ് സലീമെ ഉള്ളത്? ആരുടെ സംവരണം? ഭരണഘടന പറയുന്നു സംവരണം ഒരിക്കലും 50% കൂടാൻ പാടില്ല. ഇപ്പോൾ തന്നെ സംവരണം 49% എത്തി നിൽക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പുതിയ സമൂഹത്തെ, ഒരു മതസമൂഹത്തെ ഈ സംവരണത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ ആരുടെ ആനുകൂല്യമാണ് നമ്മൾ പിടിച്ചവർക്ക് അവർക്ക് കൊടുക്കുന്നത്? ഏറ്റവും കൂടുതൽ ചാപിള്ളമാർ പ്രസവിക്കുന്ന അവിവാഹിതകളായ കുട്ടികൾ മണ്ണു വാരി തിന്ന മധുവിന്റെ സമൂഹം, ഈ സമൂഹത്തിന്റെ സംവരണം പിടിച്ചു മാറ്റിയിട്ട് ഒരു വിഭാഗത്തിന് കൊടുക്കുമ്പോൾ അതിനെ ന്യായീകരിക്കണമോ? ഞാൻ താങ്കളുടെ കണക്കുകളിലേക്ക് വിനയപൂർവ്വം ഒന്ന് ക്ഷണിക്കുന്നു. താങ്കൾക്ക് കൂടി പരിചയമുള്ള ഒരു സംഘടനയാണല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോഷക സംഘടനയായി ഒക്കെ കുറെ കാലം പ്രവർത്തിച്ചിരുന്ന ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം. നമ്മുടെ നാട്ടിലൊക്കെ അവരുടെ പ്രവർത്തകന്മാരുണ്ടല്ലോ സലീമെ. ഈ രാജ്യത്തെ കേരള സംസ്ഥാനത്തിലെ ഓരോ വിഭാഗം ജനങ്ങളുടെയും സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസിനെ കുറിച്ച് ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറക്കിയ ഒരു പുസ്തകമുണ്ട് സലീമെ. കേരള പഠനം എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. കേരളത്തിലെ ഓരോ വിഭാഗം ജനങ്ങളുടെയും ജാതി തിരിച്ച്, മതം തിരിച്ച്, അവർ കൈവശമുള്ള ഭൂമിയുടെ അളവ്, അവർ വിദേശത്ത് ജോലി ചെയ്ത് സമ്പാദിക്കുന്ന തുക, ബിസിനസ് സ്ഥാപനങ്ങൾ, രജിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിൽ ബന്ധപ്പെട്ട് ആധാരത്തിന്റെ അളവ് നോക്കിയിട്ട് ആളോഹരി ഓരോ സമുദായത്തിന്റെയും കൈവശമുള്ള ഭൂസ്വത്ത്, ഭാരതീയ ജനതാ പാർട്ടിയോ സംഘപരിവാറോ പ്രസിദ്ധീകരിച്ച പുസ്തകത്തിനെ കുറിച്ചല്ല ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഇടതുപക്ഷ സഹയാത്രികനായ താങ്കൾക്ക് പോലും സ്വീകാര്യമായ ശാസ്ത്ര സാഹിത്യ പരിഷത്ത് ഇറക്കിയിരിക്കുന്ന കേരള പഠനം എന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായിട്ട് ഭൂസ്വത്തിന്റെ കൈവശം, ബിസിനസ് സ്ഥാപനങ്ങളുടെ കൈവശാധികാരം, വിദേശത്തു നിന്നും കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വിദേശ നാണയത്തിന്റെ അളവ് വളരെ കൃത്യവും ആധികാരികവുമായിട്ട് അവർ പറയുന്നു കേരളത്തിലെ ഓരോ വിഭാഗത്തിന്റെയും അവസ്ഥ. ഞാൻ താങ്കളോട് ചോദിക്കുന്നു, ഏത് പഠനത്തിന്റെയും ഏത് ഭരണഘടനാ പിന്തുണ അടിസ്ഥാനത്തിലാണ് ഇത് നൽകിയിരിക്കുന്നത്? അവർക്ക് അർഹതപ്പെട്ട പാവപ്പെട്ടവർക്ക് സാമ്പത്തികമായിട്ട് 10% സംവരണം കൊടുക്കണമെന്ന് വാദിക്കുന്ന ഒരു കക്ഷിയാണ് ഞങ്ങൾ. കേവലം ജാതി മാത്രമല്ല, ഒരുപക്ഷെ താങ്കൾ പറഞ്ഞു പോയ വിഭാഗത്തിനകത്തു പോലും ഇത്തരത്തിലുള്ള കഷ്ടത അനുഭവിക്കുന്ന വിഭാഗങ്ങളുണ്ട്. അവർക്ക് കൂടി സൗകര്യങ്ങൾ കൊടുക്കണം. മതം സമുദായം മാത്രമാവരുത്, ജാതി മാത്രമാവരുത് പരിഗണനാ വിഷയം. അതുകൊണ്ട് സാമ്പത്തിക സംവരണം കൂടി അവർക്ക് അനുവദിച്ചു കൊടുക്കണം. 10% പേർക്ക് സാമ്പത്തിക സംവരണം കൊടുക്കണം. അതിനെ എതിർക്കുന്നവരല്ലേ നിങ്ങൾ? ഇപ്പോൾ താങ്കൾ പറയുന്നു ജനറൽ കോട്ടയിൽ, സലീം പറയുന്നു
ജനറൽ കോട്ടയിൽ എത്തുന്ന മുസ്ലിം കാൻഡിഡേറ്റുകളുടെ എണ്ണം കേരളത്തിൽ കുറവാണ് എന്ന്. സലീമെ, കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് ഇക്കാലം അത്രയും കൈകാര്യം ചെയ്തവർ ആരൊക്കെയാണ്? സ്വതന്ത്ര കേരളം ഉണ്ടായതിനു ശേഷം, സ്വതന്ത്ര കേരളമല്ല, കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം മാറി 5 കൊല്ലം കൂടുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത നിങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക്, അതിന് വിദ്യാഭ്യാസ മന്ത്രിമാരുടെ സമുദായമോ ജാതിയോ ഒന്നും ഞാൻ ഇവിടെ ചർച്ചയ്ക്ക് വിഷയമാക്കുന്നില്ല. കേരളത്തിലെ മുഖ്യധാരയിലേക്ക് ആ സമൂഹത്തെ കൈപിടിച്ചുയർത്തി വിദ്യാഭ്യാസ രംഗത്ത് കോമ്പീറ്റബിൾ ആയിട്ട് മത്സരാധിഷ്ഠിതമായിട്ട് സമൂഹത്തെ വളർത്തിയെടുക്കുന്നതിൽ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആരെയാണ് നിങ്ങൾ പഴിക്കേണ്ടിയിരിക്കുന്നത്? അതാണോ ഇവിടുത്തെ വസ്തുതകൾ? ഇതൊക്കെ അപ്പുറത്തേക്ക് സംഘടിതമായ വോട്ട് ബാങ്കിനെ കുറിച്ച് സംസാരിക്കുന്നു. ഇനി താങ്കൾ ഒരു കാര്യം പറഞ്ഞു, വെറുപ്പിന്റെ രാഷ്ട്രീയം പറയുന്നത് ആരാണ്? ഞാൻ കൃത്യമായി ചോദിക്കട്ടെ, ഏപ്രിൽ 6-ാം തീയതി വരെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു നേതാവിന്റെ നാവിൽ നിന്ന് വർഗീയത എന്നൊരു പരാമർശമോ ഏതെങ്കിലും ജാതി തിരിച്ചുള്ള അധിക്ഷേപങ്ങളോ ഉണ്ടായിട്ടുണ്ടോ? ഏപ്രിൽ മാസം 18-ാം തീയതി നിങ്ങളുടെ ഇന്ത്യ മുന്നണിയുടെ നേതാവ് വളരെ കൃത്യമായിട്ട് ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചു. ഞാൻ താങ്കളുടെ മുമ്പാകെ അത്തരം ചില പദപ്രയോഗങ്ങൾ മുന്നോട്ട് വെക്കട്ടെ. ഒരാൾ പറഞ്ഞു, എന്താണ് പറഞ്ഞത്? ഖുർഷിദ് ആലം ഖാന്റെ പൗത്രി മറിയം ആലം ഖാൻ ഞാൻ പരിചയപ്പെടുത്തണ്ടല്ലോ. അവർ പറഞ്ഞു വോട്ട് ജിഹാദ് നടത്തി BJPയെ തോൽപ്പിക്കണം. ഈ തെരഞ്ഞെടുപ്പിൽ ആദ്യത്തെ വർഗീയമായ പദം പ്രയോഗിച്ചത് ഖുർഷിദ് ആലം ഖാന്റെ പൗത്രി മറിയം ആലം ഖാനാണ് പറഞ്ഞത് വോട്ട് ജിഹാദ് നടത്തി BJPയെ തോൽപ്പിക്കണം. കാരണം പ്രത്യക്ഷമായി ആശയപരമായി വികസനം പറഞ്ഞ് നരേന്ദ്രമോദിയെ നമുക്ക് തോൽപ്പിക്കാൻ പറ്റില്ല. രണ്ടാമത്, ഭാരതീയ ജനതാ പാർട്ടിയെ കക്ഷിയെ തോൽപ്പിക്കാൻ സാധിക്കാത്തത് കൊണ്ട് മണിശങ്കർ അയ്യർ, ഞാൻ ആരാണെന്ന് സലീമിനെ പരിചയപ്പെടുത്തണ്ടല്ലോ, ആദ്യം പോയി പാകിസ്ഥാനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ. ഒരു വിദേശ രാജ്യത്ത് പോയി ഈ രാജ്യത്തുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ തോൽപ്പിക്കാൻ നിങ്ങൾ സഹായിക്കണമെന്ന് പറയുന്നത് ഏത് ന്യായീകരണത്തിന്റെ പേരിലാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക? ഈ തെര പ്രഖ്യാപിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്താണ്? പാകിസ്ഥാനെ ഇന്ത്യ ബഹുമാനിക്കണം, ഇല്ലെങ്കിൽ പാകിസ്ഥാന്റെ കയ്യിൽ ആറ്റം ബോംബുണ്ട്, അത് പേടിക്കണം, നിങ്ങൾ അവർ പറയുന്ന അനുസരിക്കണം. കേൾക്കാൻ തയ്യാറാകുമോ? എപ്പോഴാണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്? ഞാൻ ഡേറ്റ് വേണമെങ്കിൽ പറയാം. ഇന്ത്യ നേതാവ് നരേന്ദ്രമോദി പറഞ്ഞൊരു വാക്കിനെ കുറിച്ചാണ് സലീം ഇപ്പൊ സൂചിപ്പിച്ചത്. ശരിയാണ് സലീമെ, പറഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, 2000 ഏപ്രിൽ മാസം വരെ ഒരു അക്ഷരം സംസാരിക്കാതിരുന്നപ്പോൾ ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ മറ്റൊന്നുകൂടി പറഞ്ഞു, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്. എന്താ സലീമെ അതിന്റെ അർത്ഥം? സമ്പത്തിന്റെ പുനർവിതരണം എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തെ 60 കൊല്ലം ഭരിച്ച ഇന്ത്യ രാജ്യത്തിന്റെ സാധാരണക്കാരന്റെ സമ്പത്ത് എന്താണ്? ഈ നാട്ടിലെ നമുക്കറിയാമല്ലോ, സമ്പത്ത് മുഴുവൻ വിദേശത്തേക്ക് കൊണ്ടുപോയി ഈ രാജ്യത്ത് ആയുധം വാങ്ങാൻ പോലും പണമില്ലെന്ന് പറഞ്ഞ AK ആന്റണിയുടെ ഭരണകൂടം, വിദേശ ബാങ്കുകൾ കടം തരുന്നില്ല, നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പണമില്ലെന്ന് പറഞ്ഞ് റഫേൽ വിമാനം വാങ്ങാൻ പണമില്ലെന്ന് സാമ്പത്തികമായി തകർത്തെടുത്ത് നരേന്ദ്രമോദി ചോദിച്ചു, എന്താണ് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്തിന്റെ അർത്ഥം? ഈ രാജ്യത്തെ കെട്ടുതാലി അടക്കമുള്ള, അതല്ലാതെ ഒന്നും ബാക്കിയില്ലല്ലോ. ആലങ്കാരികമായിട്ട് അതേ ഒരു പദം ചോദിച്ചു. കെട്ടുതാലി പിടിച്ചു പറിച്ച് ഈ രാജ്യത്തെ കുടിയേറ്റക്കാർക്ക്, ഈ രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർക്ക് ഒരു ജാതിയുടെ പേരെങ്കിലും നരേന്ദ്രമോദി പറഞ്ഞതായിട്ട് കാണിച്ചാൽ ഞാൻ സലീമിനോട് പറയും, ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കും. ഇതൊരു വെല്ലുവിളിയാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? ഈ രാജ്യത്തെ നുഴഞ്ഞുകയറ്റക്കാർക്ക്, രാജ്യത്തെ നിയമങ്ങൾ അനുസരിക്കാത്ത അനിയന്ത്രിതമായ ഉത്പാദനം നടക്കുന്നവർക്ക്, ഈ രാജ്യത്തെ സാധാരണക്കാരന്റെ കെട്ടുതാലി ഉൾപ്പെടെയുള്ള സമ്പത്ത് പിടിച്ചു പണയം കൊടുക്കണം എന്നാണോ നിങ്ങൾ ഉദ്ദേശിച്ചത്? അല്ല എങ്കിൽ അല്ല എന്ന് പറഞ്ഞാൽ പോരെ. അദ്ദേഹം ഒരു മതത്തിന്റെ പേരും പറഞ്ഞില്ല. വാട്ട് യു മെൻ ബൈ റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്? എന്ത് വെൽത്താണ് ഇന്ത്യയിൽ നിങ്ങൾക്ക് പിടിച്ചെടുത്ത് റീഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ളത്? ഇത് ആർക്കാണ് കൊടുക്കാനുള്ളത്? അതിനെക്കുറിച്ച് ഞാൻ ചോദിക്കട്ടെ. 6 പതിറ്റാണ്ട് ഇന്ത്യ ഭരിച്ച നിങ്ങൾക്ക് ഈ രാജ്യത്തെ വെൽത്തിൽ ഒരു ഡിസ്ട്രിബ്യൂഷൻ മര്യാദയ്ക്ക് നടത്തിയിരുന്നെങ്കിൽ ഇത് ചെയ്യാൻ സാധിക്കുമായിരുന്നു. ഇതൊക്കെ എവിടെയാണ് എത്തുന്നത്? നേരായ മാർഗത്തിലൂടെ നരേന്ദ്രമോദിയെ തോൽപ്പിക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ആധികാരികമായിട്ട് പറയും. വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിന്റെ ഒരു എളിയ പ്രവർത്തനം കൂടിയായിരുന്നു ഞാൻ. സലീമിന് അറിയാമല്ലോ, മലപ്പുറം ജില്ലയിലെ 3 മണ്ഡലങ്ങൾ അവിടെയുണ്ട്. ഈ തവണ പോയപ്പോണ്ടായ അനുഭവം എന്താണ്? മുത്തലാഖ് നിർത്തിയതിന്റെ പേരിൽ നരേന്ദ്രമോദിയെ പ്രകീർത്തിക്കുന്ന പെൺകുട്ടികളുടെ ഉമ്മമാര് ഞങ്ങളോട് പറഞ്ഞു, ചില വീടുകളിൽ ചെന്നപ്പോൾ, നിങ്ങൾ എന്താണ് നിങ്ങളുടെ ബോർഡ് വെക്കാൻ ഇവിടെ സ്ഥലമില്ല എന്നാണ്. അതെ, ഞങ്ങൾ പല സ്ഥലത്തും ഞങ്ങൾക്ക് ബോർഡ് വെക്കാൻ, മലപ്പുറത്ത് ചില അരീക്കോട്, നിലമ്പൂര്, വണ്ടൂര്, ഏറനാട് ചില സ്ഥലത്ത് ബുദ്ധിമുട്ടുണ്ട്. ഇത്തവണ അവർ നമ്മളെ വളരെ പരസ്യമായി ക്ഷണിച്ചു,
സലീമേ, ഇവിടെ നിങ്ങൾ വെച്ചോളൂ. വോട്ട് ചെയ്യുമോ എന്നൊന്നും നമുക്കറിയില്ല. ഒരു കാര്യം ഞാൻ ഉറപ്പുണ്ട്, ഒരു 5 കൊല്ലം മുമ്പുണ്ടായിരുന്ന രാഷ്ട്രീയ അനുഭവങ്ങളല്ല കേരളത്തിലുള്ളത്. ഇപ്പൊ സ്റ്റാൻലി സെബാസ്റ്റ്യനെ പോലുള്ള ആളുകൾ ഒരു കാര്യം കൂടി ഞാൻ പറയും. നിങ്ങൾക്ക് ഒരുപക്ഷെ അത്ഭുതം ഉണ്ടാകും, ബി.ജെ.പിയുടെ വോട്ട് വിഹിതം വർദ്ധിക്കുമോ, ഈ പറഞ്ഞ എക്സിറ്റ് പോളൊക്കെ ശരിയാകുമോ? ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയാം, ഈ തവണ കേരളത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾ ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയോട് അല്ലെങ്കിൽ നരേന്ദ്രമോദിയോട് നിങ്ങൾ പറഞ്ഞ വെറുപ്പുകളില്ല. ഒന്നും കൂടി ഞാൻ പറയും, എന്റെ കോൺഗ്രസ് പ്രതിനിധി ചോദിച്ച 1-2 ചോദ്യങ്ങൾ ഉണ്ട് ഇവിടെ. ഞാനത് കർണാടക, സർ, കർണാടകയിൽ നിങ്ങളുടെ ഞാൻ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം, ഇതിന് ഉത്തരം പറഞ്ഞതോടൊപ്പം. കർണാടകയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, അതായത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അവിടെ കൂടുതൽ സീറ്റ് കിട്ടിയത് കോൺഗ്രസിനായിരുന്നു. ആ കോൺഗ്രസിന് സീറ്റ് കിട്ടി. 2019 തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ കർണാടകയിൽ 28-ൽ 26 ബി.ജെ.പിക്ക് കിട്ടി. 18 കോൺഗ്രസിന് സ്വീകരിച്ച കർണാടകത്തിലെ ജനത 19-ൽ 28 സീറ്റുമായി ബി.ജെ.പി സ്വീകരിച്ചു. ഈ തവണയും ഞാൻ ഉറക്കെ പറയും, ഒരബദ്ധം പറ്റിപ്പോയി എന്ന് കർണാടകയിൽ പോയപ്പോ ഇപ്പം നമുക്ക് ബോധ്യപ്പെടുന്നു. അവിടുത്തെ ഇപ്പൊ ഉണ്ടായിരുന്ന യാത്രാ നിരക്കിലുണ്ടായ വർധനവ്, സബ്സിഡികളുടെ പിൻവലിക്കൽ, ഇതൊക്കെ കടുത്ത എതിർപ്പുണ്ട്. ഒരു കാര്യം ഞാൻ ഉറക്കെ പറയും, നിയമസഭാ വോട്ടിംഗ് പാറ്റേൺ അല്ല ഒരു വിഷയമാണ്. ഇവിടെയും സംവരണം വിഷയമാണ്. അതെ, മുസ്ലിം സംവരണം അവിടെ ഒരു വിഷയമായി. നല്ല വിഷയമാണ്. അത് ഞാൻ പിന്നെ പറ്റി പറയാഞ്ഞിട്ടാണ് നമ്പ്യാരെ. കർണാടകയിൽ, മഹാരാഷ്ട്രയിൽ ബി.ജെ.പി വലിയ സീറ്റ് പ്രതീക്ഷിക്കുന്നില്ല മിസ്റ്റർ സേനാപതി വേണു. ബംഗാളിൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നു, ഒരു 10 കൊല്ലം മുമ്പ് 34 കൊല്ലം എതിർവായില്ലാത്ത, നിങ്ങൾക്ക് പോലും പ്രവർത്തന സ്വാതന്ത്ര്യമില്ലാത്ത ബംഗാളിൽ ബി.ജെ.പിക്ക് അവിടുത്തെ 18 സീറ്റുകൾ കിട്ടുമെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ സാധിക്കുമായിരുന്നോ? അതൊരു 25-ഓ 30-ഓ എത്തും ഇത്തവണ. കാരണം അവിടെ ഉണ്ടായിരിക്കുന്ന സംഭവ വികാസങ്ങൾ അത് അത്രയും വലുതാണ്. ഒന്നും കൂടി ഞാൻ സേനാപതി വേണുവോട് പറയും, ഒരു സാധാരണക്കാരന്റെ ആവശ്യം എന്താണ്? അവന്റെ ജീവിതത്തിൽ അവന് ലഭിക്കുന്ന ആനുകൂല്യങ്ങളാണ്. അവൻ അനുഭവിക്കുന്നു. നരേന്ദ്രമോദി മാത്രം ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് ഒരു വാർഡിൽ, ഒരു ബൂത്തിൽ നിങ്ങൾ എടുത്താൽ പകുതിയിൽ കൂടുതൽ വീടുകളിൽ മാസത്തിൽ പ്രതിമാസം 30 കിലോ ഭക്ഷ്യധാന്യം എത്തുന്നു. 100 കണക്കിന് ഗതിയില്ലാത്ത പാവപ്പെട്ട കോളനി നിവാസികളുടെ വീടുകളിൽ ഉജ്ജ്വല യോജനയുടെ ഗ്യാസ് കണക്ഷൻ കിട്ടുന്നു. 100 കണക്കിന് കുട്ടികൾക്ക് അവരുടെ അംഗൻവാടികളുടെ പോഷകാഹാരം ലഭിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യം മാറിയതെന്ന് ഒരുപാട് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നു. കോടാനുകോടി കേരളീയർക്ക് ഉൾപ്പെടെ ഞാൻ ആധികാരികമായിട്ട് സേനാപതി വേണുവിനോട് പറയും, ഒരു ബൂത്തിൽ പകുതിയോളം കുടുംബങ്ങളിൽ ഓരോ വർഷവും 6000 രൂപ അവരുടെ വീടുകളിൽ അക്കൗണ്ടിലെത്തുന്നു. അവരുടെ അക്കൗണ്ടിലേക്ക് കൈമാറ്റപ്പെടുന്നു. അവർ അതിൽ നിന്ന് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവർ സംതൃപ്തരാണ്. ഭക്ഷ്യധാന്യം ലഭിക്കുന്നു, ഗ്യാസ് കണക്ഷൻ കിട്ടുന്നു, കിസാൻ സമ്മാൻ നിധി അനുഭവിക്കുന്നു. രോഗം വന്നാൽ ചികിത്സിക്കാൻ കേരളത്തിൽ ഉൾപ്പെടെ പകുതിയിലധികം എണ്ണം ആളുകൾക്ക് കേരളത്തിൽ അവർക്ക് ആയുഷ്മാൻ ഭാരതിലൂടെ അവർക്ക് 5 ലക്ഷം രൂപയുടെ സൗജന്യങ്ങൾ കൊടുക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അവൻ അനുഭവിക്കുന്ന ഒരു പ്രത്യേകതയുണ്ട് നമ്പ്യാരെ, അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ നടന്നു. ഞാൻ എന്റെ ഒറ്റ ചോദ്യം ചോദിക്കും, നരേന്ദ്രമോദി ഏതെങ്കിലും ഒരു ആനുകൂല്യം ജാതിയുടെ പേരിൽ നിഷേധിച്ചിട്ടുണ്ടോ? കിസാൻ സമ്മാൻ നിധി ഏതെങ്കിലും പ്രത്യേക മതത്തിന് സംവരണം ചെയ്തു കൊടുത്തിട്ടുണ്ടോ? പ്രധാനമന്ത്രി അന്ന യോജന അത് ഏതെങ്കിലും ഒരു സമുദായത്തെ നിഷേധിച്ചിട്ടുണ്ടോ? ഉജ്ജ്വൽ ഗ്യാസ് യോജന, ആവാസ് യോജന, ഏതെങ്കിലും ഒരു പദ്ധതി ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ബി.ജെ.പി വിവേചനത്തോടെ നടപ്പിലാക്കിയിട്ടുണ്ടോ? മറിച്ച് നിങ്ങളാണ് ജാതിയുടെയും മതത്തിന്റെയും പേരിൽ ആനുകൂല്യങ്ങൾ കൈപിടിച്ച് വിതരണം ചെയ്യുന്നത്. എത്ര കാലം ഈ രാജ്യം മുന്നോട്ട് പോകും? ഒരു കാര്യം ഉറപ്പാണ്, രാജ്യത്തിന് ആവശ്യം വികസനമാണ്, നിശ്ചയദാർഢ്യമുള്ള തീരുമാനങ്ങളാണ്. അവരുടെ മനസ്സിൽ അവരുതീരുന്ന വേദനയും പരിഹാരവുമാണ്. മുത്തലാഖിന്റെ തീഷ്ണത അനുഭവിക്കുന്ന മുസ്ലിം സഹോദരിമാർ, അവർക്ക് ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർ രക്ഷകനായിട്ട് അവർ കാണുന്നുവെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ അഹമ്മദാബാദ് മേഖലയിലും ഞാൻ നേരത്തെ പറഞ്ഞ താജുദ്ദീൻ മത്സരിച്ച കളിലും ത്രിപുരയിലെ ബോക്സ നഗറിലും അങ്ങ് ഗുജറാത്തിലെ അഹമ്മദാബാദ് മേഖലകളിലും യു.പിയിലെ രാംപൂർ മണ്ഡലത്തിലും ഉൾപ്പെടെ നിങ്ങൾ എത്ര വിഷം കുത്തി വെച്ചാലും ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കാര്യം അറിയാം, മോദി എന്ന് പറയുന്നത് ഇന്ത്യയുടെ വികാരമാണ്, രാജ്യമാണ് അദ്ദേഹത്തിന് വലുത്. അതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന് ഒന്നുമില്ല. അത് കേരളത്തിലെ ഗവർണറുടെ പ്രവർത്തനം തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവില്ലേ സലീമെ? അതുകൊണ്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഇത്തരം അടിസ്ഥാനരഹിതങ്ങളായ ആരോപണങ്ങൾ ജനം തള്ളിക്കറയും. അവർ മോദിയോടൊപ്പം നിൽക്കും. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ 4-ാം തീയതി നമുക്ക് ഒന്നിച്ചൊന്നുകൂടി ഇരിക്കാം. ശരി, സേനാപതി വേണു, നിരവധി ചോദ്യങ്ങളുണ്ട്. കേരളത്തെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞു തുടങ്ങിയതാണ്. ഞാൻ 2ാം ഘട്ടത്തിലാവാം ഞാൻ താങ്കളോട് നിർദ്ദേശിച്ചത്.
യെസ്, വേണു വക്കീലെ, കേരളത്തിൽ UDF സേഫാണ്. 17 തൊട്ട് 19 വരെ സീറ്റും കിട്ടുമെന്നാണ് പറയുന്നത്. UDF തരംഗം ഓക്കെ. പക്ഷെ നോക്കൂ, താമര വിരിഞ്ഞ എന്ത് ചെയ്യും? ഇനി ഏറ്റവും വലിയ നഷ്ടം വരാൻ പോകുന്നത് UDF-നായിരിക്കും. ആ ഒരു യാഥാർത്ഥ്യം എങ്ങനെ ഉൾക്കൊള്ളും? അല്ല, UDF-ന് നഷ്ടം വരത്തില്ല. കാരണം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഒരു ക്ലീൻ സ്വീപ്പ് 20 സീറ്റാണ്. 2020 അതും കേരളത്തിലെ ഒരു അത്ഭുതമാണ്. കാരണം എന്താണെന്ന് വെച്ചാല് കേരളത്തിലെ രാഷ്ട്രീയ ചരിത്രത്തിൽ 2 വട്ടം, അതായത് 2004 എൻ ബ്ലോക്ക് ആയിട്ട് ഇടതുപക്ഷം ജയിച്ചു 18 സീറ്റ്. ഞങ്ങൾക്ക് ഈ പൊന്നാനിയില് അഹമ്മദ് സാഹിബ് മാത്രമാണ് ജയിച്ചത്. മൂവാറ്റുപുഴയിൽ അന്ന് ഇപ്പോഴത്തെ NDAയുടെ IFP എന്ന് പറയുന്ന പഴയ രൂപത്തില് നമ്മുടെ PC തോമസ് ജയിച്ചു. അപ്പോ കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു സീറ്റ് ഒഴിച്ച് 18 സീറ്റും അപ്പുറത്ത് പോയി ഒരു തെരഞ്ഞെടുപ്പായിരുന്നു 2004. 2019 തെരഞ്ഞെടുപ്പും കേരളത്തിലെ അത്ഭുതമാണ്. കാരണം ഇടതുപക്ഷത്തിന് കേവലം ഒരു സീറ്റ്, ഞങ്ങൾക്ക് 19 സീറ്റ് കിട്ടും. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കുന്നത്, എന്റെ ഒരു കണക്കുകൂട്ടല്, കേരളത്തിന്റെ ചരിത്രത്തിൽ പുതിയൊരു രാഷ്ട്രീയം, അതായത് പുതിയൊരു ചരിത്രം ഉണ്ടാകാൻ പോകും. ആ ചരിത്രം മറ്റൊന്നുമല്ല, 20-ൽ 20. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട 20-ൽ ആ ഒന്നുകൂടി ചേർത്തുകൊണ്ട് 20-ൽ 20 ഞങ്ങൾ ജയിക്കും എന്നുള്ള സമ്പൂർണമായ ഒരു വിശ്വാസത്തിലാണ് ഞങ്ങൾ കേരളത്തിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറയുന്നു, താമര വിരിയും എന്നുള്ള സർവേക്കാരന്റെ സങ്കല്പം, അല്ലെങ്കിൽ സർവേക്കാരുടെ അവരുടെ സർവേ. പക്ഷേ ആ സർവേക്ക് ഞാൻ പറയുന്നു, ഇനിയിപ്പോ ഇന്നിപ്പോ 8 മണി 9 മണിയായി, നാളെ 8 മണി ആകുമ്പോഴത്തേക്കും ഇലക്ഷന്റെ വോട്ടെണ്ണൽ തുടങ്ങും. അപ്പോ 24-10 34 2 36 മണിക്കൂർ. അല്ല, അങ്ങനെ ഉറച്ച് പറയുകയാണെങ്കിൽ താമര വിരിയില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് നടത്തി കാണും. അതുകൊണ്ടാണ് ആത്മവിശ്വാസത്തോടെ പറയുന്നത് താമര വിരിയില്ല എന്ന്. അല്ല, ഞാൻ പറഞ്ഞല്ലോ രാഷ്ട്രീയത്തിൽ ചില അവിചാരിതമായ സംഭവവികാസം. ആ അവിചാരിതമായ സംഭവവികാസമാണ് 2004 ഉണ്ടായത്. ഞങ്ങൾക്ക് ആകെ ഒരു സീറ്റ് കിട്ടി, മുസ്ലിം ലീഗിന് ഒരു സീറ്റ് മാത്രം കിട്ടി. 2019 ആ വിചാരിതയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായത്, ഇടതുപക്ഷത്തിന് ഒരു സീറ്റ് മാത്രം കിട്ടും. ഞാൻ പറയുന്നത്, വീണ്ടും ഒരു അവിചാരിതമായ രാഷ്ട്രീയ സാഹചര്യം കേരളത്തിൽ ഉണ്ടാകാൻ പോവുകയാണ്. അത് ഞങ്ങൾ 20 സീറ്റും ജയിക്കുന്ന സാഹചര്യം. നമുക്കിനി 36 മണിക്കൂർ കാത്തിരുന്നാൽ മതിയല്ലോ അതിലേക്ക് പോകാനായിട്ടുള്ളത്. ഇനി നമുക്കറിയാം, കേരളത്തിലെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലും സമ്പൂർണ്ണമായിട്ട് ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിട്ടില്ല. ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് വിജയിക്കാനുണ്ടായ ആ സാഹചര്യം എന്ന് പറയുന്നത് അത് 84 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയുടെ മരണത്തിന് ശേഷം ഉണ്ടായ ആ ഒരു തെരഞ്ഞെടുപ്പിലാണ്. അന്ന് പോലും മാവേലിക്കരയിൽ തമ്പാൻ തോമസും കോട്ടയത്ത് സുരേഷ് കുറുപ്പും വടകരയിൽ സലിമിന്റെ ഒക്കെ നാട്ടില് ജയചന്ദ്രൻ മാസ്റ്ററുടെ ഒക്കെ നാട്ടിലടുത്ത് KP ഉണ്ണികൃഷ്ണനും ജയിച്ചു. 3 പേരും ജയിച്ചു. അന്ന് പോലും 1984 അതുപോലെ ഒരു സാഹചര്യം നിന്നപ്പോൾ പോലും ഇടതുപക്ഷത്തിന് 3 സീറ്റ് കിട്ടി. ഞാൻ സലീം മടവൂരിനെ ഇരുത്തിക്കൊണ്ട് പറയുന്നു, ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 0 ആകാൻ പോകുന്നു. ഞങ്ങൾ സലിമെ 20-ൽ 20 2020 എന്ന മുല്ലപ്പള്ളി രാമചന്ദ്രൻ അന്ന് പറഞ്ഞത് ഈ തെരഞ്ഞെടുപ്പിൽ സാധ്യമാകാൻ പോവുക. നമ്മൾ ഇന്ത്യ മുന്നണിയിൽ ഒന്നിച്ചു നിൽക്കുന്നു, ആ കാര്യങ്ങളൊക്കെ സത്യം. പക്ഷെ കേരളത്തിലെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഞാൻ ഉറപ്പായി പറയാൻ പോകുന്നു, കേരളത്തിൽ പുതിയ ഒരു രാഷ്ട്രീയം ഉണ്ടാകാൻ പോവുകയാണ്. അത് 2014 പോലെ 19 പോലെ ഇന്നോളം കേരളത്തിൽ സംഭവിച്ചിട്ടില്ലാത്ത ഒന്ന്. അപ്പൊ അതുകൊണ്ട് നമ്പ്യാരെ ക്ഷമിക്കണം, താമര വിരിയില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഇന്നലെയും ഞങ്ങൾ എടുത്തിരിക്കുന്ന ഒരു കണക്കും. അത് ഞങ്ങളുടെ ബൂത്തുകളിൽ നിന്നും അതുപോലെ തന്നെ ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകരിൽ നിന്നും ഒക്കെ ലഭിച്ചിരിക്കുന്ന ഒരു സർവേയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് സേനാപതി വേണു, തെരഞ്ഞെടുപ്പിന് ശേഷം KPCC യോഗത്തിൽ മുരളീധരൻ പൊട്ടിത്തെറിച്ചു. അവിടെ തന്നെ പരാജയപ്പെടുത്താൻ TN പ്രതാപനും അതുപോലെ അവിടുത്തെ DCC പ്രസിഡന്റും ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചു എന്നായിരുന്നല്ലോ ആക്ഷേപം. അകത്ത് അന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തവർ ഞങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ട്. മുരളീധരൻ വാർത്താ സമ്മേളനത്തിൽ അത് നിഷേധിച്ചു. പക്ഷെ അതാണ് നടന്നത്. അല്ല ഞാൻ പറഞ്ഞത്, ആ കാര്യങ്ങളെ കുറിച്ച് കുറച്ചുകൂടി അറിയാവുന്ന ആളുകൾ ഞങ്ങളായതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇപ്പം ഒരു പൊളിറ്റിക്കൽ മീറ്റിങ്ങിനകത്ത് അതല്ലെങ്കിൽ ഒരു വിലയിരുത്തലിന്റെ അകത്ത് കാര്യങ്ങളൊക്കെ സംസാരിക്കുക. പക്ഷെ ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഒരു സംസാരമോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു ആരോപണമോ നിശ്ചയമായിട്ടും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആ കാര്യത്തിൽ. എനിക്ക് ഒരു മിനിറ്റ് കൂടി ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ, ഒറ്റ മിനിറ്റ് തന്നേച്ചാൽ മതി. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. 60 വർഷം കോൺഗ്രസ് ഈ രാജ്യം ഭരിച്ചപ്പോൾ എന്തേ വെൽത്തിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായി? സാർ, ഞങ്ങൾ തുടങ്ങിയപ്പോൾ വെൽത്ത് ഇല്ല.
3.5 കോടി അഭയാർത്ഥികൾ, 600ഓളം നാട്ടുരാജ്യങ്ങൾ, 600 നാട്ടുരാജ്യത്തെ 600 സ്വാതന്ത്ര്യം കൊടുക്കണം എന്ന് പറഞ്ഞ സായിപ്പ് പോയത്. ഞങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ട് അത് 47-ലെ കാര്യമല്ലേ സേനാപതി വേണു? അതിനുശേഷം ഇങ്ങോട്ടുള്ളതാണ് ജയേന്ദ്ര മാസ്റ്റർ ചൂണ്ടിക്കാണിച്ചത്. അല്ല, ജയചന്ദ്രൻ മാസ്റ്റർ അറിയേണ്ട ഒരു കാര്യം, നമ്മള് അന്ന് 35 കോടി പട്ടിണി പാവങ്ങളെയായി. കാരണം 35 ലക്ഷം ആളുകൾ ബംഗാൾ ഫാമിൽ മരിച്ച ഇന്ത്യയിലാണ്. ബംഗാളിലെ പട്ടിണി മരത്തിൽ 35 ലക്ഷം ആളുകൾ എങ്ങനെയാ പട്ടിണി കൊണ്ട് മരിക്കുന്നത്? ഒന്നും കഴിക്കാനില്ലാതെ, പച്ചില പോലും കഴിക്കാനില്ലാതെ. ആ ഇന്ത്യ മഹാരാജ്യത്ത് നിങ്ങൾ അറിയണം, നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ ഇപ്പോഴുള്ള റഫേൽ വിമാനം ഒഴിച്ചുള്ള മുഴുവൻ ഞങ്ങൾ ഉണ്ടാക്കി വെച്ചതാ. മോദി ഇരിക്കുന്ന കസേര ഉൾപ്പെടെയുള്ള ജയചന്ദ്രൻ മാഷെ 60 കൊല്ലം ഞങ്ങൾ ഭരിച്ചവർ ഞങ്ങൾ ഈ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചതാ. ഞങ്ങൾ ഉണ്ടാക്കിയതിനപ്പുറത്തേക്ക് ഒന്നും നിങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കിയത് 2000-ന്റെ നോട്ടും 200-ന്റെ നോട്ടും ഉണ്ടാക്കി. 2000 പിൻവലിച്ചു. കോൺഗ്രസ് 60 കൊല്ലം ഞങ്ങൾ ഈ രാജ്യം ഭരിച്ചപ്പോ സഞ്ജയ് റാവത്ത് പറഞ്ഞതുപോലെ കോൺഗ്രസ് ഭരിച്ച രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആയതുകൊണ്ട് നരേന്ദ്രമോദി നിങ്ങൾക്ക് സുഭിക്ഷമായിട്ട് ഭരിക്കാൻ പറ്റി. അല്ലെങ്കിൽ സൊമാലിയുടെ പ്രധാനമന്ത്രിയായി ഇപ്പൊ പുതിയ ആളുകൾ വരുന്നത് പോലുള്ള സ്ഥിതി നരേന്ദ്രമോദിക്ക് ഉണ്ടാകും. ഞങ്ങൾ വരുമ്പോൾ ശൂന്യതയില്ല, ഞങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ സൃഷ്ടിച്ചത് നിങ്ങൾ പറഞ്ഞു അതിലടിച്ച് പെയിന്റ് പോരാ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ അധികാരത്തിലേക്ക് വന്നിരിക്കുന്നു. 60 കൊല്ലം ഞങ്ങൾ ഭരിച്ചത് കൊണ്ടുണ്ടായ നേട്ടം മാത്രമാണ് ജയചന്ദ്രൻ സാറേ ഈ നാട് ായത്. അതിനപ്പുറത്തേക്കുള്ള നേട്ടങ്ങളൊക്കെ നിങ്ങൾ നടത്തുന്ന പ്രചരണങ്ങൾ മാത്രം. നിങ്ങൾ ടിബറ്റ് പോയി അല്ലെങ്കിൽ ലാവോസ് പോയി, അതൊന്നും ഇന്ത്യയുടെ ഭാഗമായിട്ടൊന്നുള്ള രാജ്യങ്ങളായിരുന്നില്ലല്ലോ. അന്ന് കോൺഗ്രസ് എടുത്ത നിലപാടുകൾ, ആ നിലപാടുകളുടെ ഭാഗമായിട്ടാണ് ഇന്ന് കാണുന്ന ഇന്ത്യ മഹാരാജ്യം ഉണ്ടായത്. ഈ അരുണാചൽ പ്രദേശും അതുപോലെ തന്നെ അവിടെയുള്ള ഈ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളൊക്കെ ഈ രാജ്യത്തിന്റെ ഭാഗമായി ഒന്നൊന്നായി. മിസോറാം എന്നാ നമ്മുടെ സംസ്ഥാനമായി മാറുന്നത്? അങ്ങ് ചരിത്രം പഠിക്ക്. എന്നാ മിസോറാം എന്ന് പറയുന്ന സംസ്ഥാനം ഈ രാജ്യത്ത് ഉണ്ടാകുന്നത്? അതൊക്കെ ഒരുപാട് വൈകിയ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഞങ്ങൾ ഈ രാജ്യത്തെ യോജിപ്പിച്ചവരാണ്. പിന്നെ ഞങ്ങളെ നിങ്ങൾക്ക് ആക്ഷേപിക്കാം, ആ ആക്ഷേപങ്ങളൊക്കെ ഞങ്ങൾ സ്വീകരിക്കും. ഭരണകർത്താക്കൾ കാഴ്ചക്കാരായി നിന്നോ ഈ പ്രതിരോധ മേഖലയിലുള്ളവരോട് പിന്നെ നിശബ്ദരായി നിൽക്കാനും ആജ്ഞാപിച്ച ഭരണാധികാരികൾ? അതുകൊണ്ടാണ് അതിൻ്റെ ദുരന്തമാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അഡ്വക്കേറ്റ് സേനാപതി വേണു. യെസ്, പ്രൊഫസർ ഷാൻലി സെബാസ്റ്റ്യൻ പെട്ടെന്ന്. അതായത് ഈ 2014 ഈ BJPയുടെ കയ്യിലോട്ട് കിട്ടുന്ന രാജ്യത്തിന്റെ ലേബൽ ഫ്രാജിൽ 5 എന്നാണ്. അതായത് തൊലഞ്ഞു പോകാൻ പോകുന്ന ഇന്ത്യയിലെ ലോകത്തിലെ 180 രാജ്യങ്ങളില് 5ാമത്തെ സ്ഥാനം. ഫ്രാജിൽ 5 എന്ന് പറയുന്ന ഒരു രാജ്യമാണ് ഇവര് ഈ 65 വർഷം ഭരിച്ചിട്ട് നരേന്ദ്രമോദിയുടെ കയ്യിലോട്ട് ഏൽപ്പിച്ചിരിക്കുന്നത്. ഫ്രാജിൽ 5 ഇന്ന് സൂപ്പർ പവർ 5. മോഡി ചെയ്തില്ലാന്നോ BJP ചെയ്തില്ലാന്നോ അല്ല, ഇവര് മുച്ചൂടും നശിപ്പിച്ചതിന് ശേഷമാണ്. മാത്രമല്ല, ഇവിടെ നോട്ട് അടിച്ചുകൊണ്ടിരുന്ന മെഷീൻ സ്ക്രാപ്പായി എന്ന് വ്യാജം പറഞ്ഞ് വേറൊരു അയൽ രാജ്യത്തിന് നോട്ടടിക്കാൻ പാകത്തിന് അത് ലേലത്തിൽ കൊടുത്ത് അവര് നോട്ടടിച്ച് വെച്ചത് കൊണ്ടാണ് ഇവിടെ നോട്ട് നിരോധനം വേണ്ടി വന്നത്. ഇന്ത്യ അടിക്കുന്ന നോട്ട് ഏതാണ്, പുറത്തടിക്കുന്ന നോട്ട് ഏതാണെന്ന് അറിയാൻ മേല. രണ്ടും ഒരേ അച്ഛൻ, ഒരേ പേപ്പർ. ഇത് ചെയ്ത ആളിപ്പോഴും ഉണ്ട് പിടിക്കാൻ മേലാതെ. അപ്പൊ അതുകൊണ്ട് ഈ രാജ്യത്തോട് നിങ്ങൾ ചെയ്ത ദ്രോഹം എന്ന് പറയുന്നത് ലോകത്ത് ഇതിന് സമാനമായിട്ട് വേറെ ഒരു രാജ്യത്തും നടക്കാത്ത ദ്രോഹം ചെയ്തിട്ടാണ് കോൺഗ്രസ് ഇറങ്ങിപ്പോയത്. ഇവിടുത്തെ നോട്ടടിക്കുന്ന യന്ത്രം വരെ വിറ്റിട്ടാണ് ഇറങ്ങിപ്പോയത്. ഇപ്പം ഈ നമ്മുടെ അയൽ രാജ്യങ്ങളുമായിട്ടുള്ള എല്ലാ രാജ്യങ്ങളെക്കാട്ടിലും നമ്മൾ മുന്നേറി സൂപ്പർ പവറിലേക്ക് വരുന്നതിന്റെ കാരണം എന്താണ്? അത്രയും സുശക്തമായ ഭരണമുണ്ട്. ഇവിടെ പിരിക്കുന്ന ടാക്സ് ആരും അടിച്ചോണ്ട് പോകുകയല്ല. കറക്റ്റായിട്ട് റെയിൽവേ ആയിട്ടും റോഡായിട്ടും എയർപോർട്ടായിട്ടും പോർട്ടായിട്ടും എല്ലാ രീതിയിലും അത് ജനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കപ്പെടുകയാണ്. നേരത്തെ അത് ആരെങ്കിലും ഒക്കെ കൊണ്ടുപോകുന്ന ചടങ്ങായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ഇപ്പൊ മനുഷ്യന്റെ അക്കൗണ്ടിൽ നേരിട്ട് പൈസ കൊടുക്കുന്ന സംവിധാനം വന്നു. ഇപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും ഇല്ലായിരുന്നു. രാജീവ് ഗാന്ധി പറഞ്ഞത് 1 രൂപ ഗവൺമെന്റ് അലോട്ട് ചെയ്താൽ 15 പൈസ പോകുന്നു എന്നാ ജനങ്ങളുടെ അടുത്ത് ചെല്ലുന്നുള്ളൂ. ബാക്കി 85 പൈസ തിന്നുകൊണ്ടിരുന്ന ആരാ? ഇവിടുത്തെ കോൺഗ്രസ്സുകാരും ഉദ്യോഗസ്ഥന്മാരുമാ തിന്നുകൊണ്ടിരുന്നത്. അതിന് മാറ്റം വന്നു. അത് ജനങ്ങളുടെ അടുത്തത് എത്തിച്ചേർന്നു. അതാണ് ജനങ്ങൾക്ക് അതിൻ്റെ അകത്ത് സന്തോഷം വരാൻ കാരണം. അല്ലാണ്ട് ഇവിടെ യാതൊരുവിധ കള്ളത്തരവും ഈ 10 വർഷം നരേന്ദ്രമോദി കാണിച്ചില്ല. കൃത്യമായിട്ട് പൈസ ജനങ്ങളുടെ അടുത്ത് വന്നു. ആരൊക്കെ എതിർത്തു? ആ എതിർത്തോരാരും ഇന്ന് സ്റ്റേറ്റിലുമില്ല. ഈ 2 ദിവസം കഴിഞ്ഞാൽ അവർ സെൻട്രലിലുമില്ല. ജനങ്ങളെ ഇനി പറ്റിക്കാം, ആരെയെങ്കിലും വാടകയ്ക്ക് എടുത്ത് യൂട്യൂബ് കൊണ്ട് പറ്റിക്കാമെന്നൊക്കെ വിചാരിച്ച യൂട്യൂബുകാരൊക്കെ കമന്റ് ബോക്സ് ഓഫ് ചെയ്തിട്ട് മുങ്ങിയിരിക്കുക. എന്റെ പേരെ വാടകയ്ക്ക് എടുത്തു. ഈ വാടകയ്ക്ക് എടുത്തോന്ന് ഒരുത്തനേലും കളത്തിലുണ്ടോ? ഇന്ന് എക്സിറ്റ് പോളിന്റെ റീകൗണ്ടിങ് നടത്തണമെന്ന്
കോൺഗ്രസും രാഹുൽ ഗാന്ധിയൊക്കെ ആവശ്യപ്പെട്ടിരിക്കുക എക്സിറ്റ് പോളിൽ റീകൗണ്ടിങ് നടത്തണമെന്ന്. ഇത് മറ്റേ മാമുക്കോയ സിനിമയിൽ ചോദിക്കുന്ന പോലെ വിവരമുള്ളവരാരും നിങ്ങളുടെ പാർട്ടിയിൽ ഇല്ലേ എന്ന അവസ്ഥയിലോട്ടാണ് പോയിരിക്കുന്നത്. അത് ജനം മനസ്സിലാക്കുന്നുണ്ട്. 4-ാം തീയതി ഇനിയിപ്പോ EVM ഹാക്ക് ചെയ്തു എന്നുള്ള പുതിയ ആക്ഷേപം വരും. എന്തായാലും തൽക്കാലത്തേക്ക് അതൊന്നും പറയുന്നില്ല. യെസ്, അല്ല ഒരു കാര്യം കൂടെ പറയാണ്. അതായത് പ്രൊഫസർ ഷാലി സെബാസ്റ്റ്യൻ പ്ലീസ്, സമയപരിമിതി. ഒറ്റ ഒരു കാര്യം കൂടെ, അതായത് കേരളത്തിൽ മാത്രം ഈ പറയുന്ന ദേശീയതയോടൊപ്പം നിൽക്കുന്ന ജനവിധി വരുമെന്ന് ഞാൻ BJP-കാരനാണെങ്കിൽ ഞാൻ അത് വിശ്വസിക്കുന്നില്ല. നമുക്കൊരു സീറ്റ് അല്ലെങ്കിൽ 2 സീറ്റ് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഓപ്പണിംഗ് അല്ലാതെ വലിയ തരംഗമൊന്നും BJP തരംഗമൊന്നും കേരളത്തിൽ കാണത്തില്ല. പക്ഷെ വോട്ട് ശതമാനം കൂടും, അക്കൗണ്ട് ഓപ്പൺ ചെയ്യും, ആ കാര്യം നടക്കും. അത്രേ അതിന്റെ യാഥാർത്ഥ്യം അത്രയേ ഉള്ളൂ. പക്ഷെ മറ്റ് സ്റ്റേറ്റുകളിൽ BJP തരംഗം തന്നെ ആയിരിക്കും, ശ്രീരാമ തരംഗം തന്നെ ആയിരിക്കും, ശ്രീരാമ തരംഗം തന്നെ. ഞാൻ തടസ്സപ്പെടുത്തുന്നതിൽ ഒരു മിനിറ്റ് കൊണ്ട് പൂർത്തീകരിക്കാം. ഞാൻ പെട്ടെന്ന് പറയാം. ഒന്ന്, നേരത്തെ പറഞ്ഞ മുന്നോക്കക്കാരിലുള്ള പിന്നോക്കക്കാരുടെ സംവരണം, ആ 10%, അതിന്റെ അടിസ്ഥാന പ്രശ്നം ഞങ്ങൾ ഇപ്പോഴും ഉന്നയിക്കുന്നത്. ഞങ്ങൾ ആരോഗ്യരല്ല. കർപ്പൂരി ഠാക്കൂർ ബീഹാറിൽ പണ്ട് കൊടുത്തൊരു സംവരണമാണ് മുന്നോക്കത്തിലെ പിന്നോക്കക്കാർക്ക്. പക്ഷെ ഞങ്ങൾ എതിർക്കുന്നത് 1 വർഷം 8 ലക്ഷം, ഒരു ദിവസം 2222 രൂപ വരുമാനമുള്ളവർക്ക് ഈ സംവരണം കൊടുക്കുമ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം 500 1000 ഉറുപ്പിക നിത്യക്കൂലിക്ക് ജോലി ചെയ്യുന്ന മുന്നോക്ക വിഭാഗത്തിലെ പാവങ്ങൾക്ക് കൊടുക്കേണ്ട സംവരണം 2222 രൂപ ഒരു ദിവസം വരുമാനമുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങിയാൽ പാവങ്ങൾക്ക് സംവരണ പട്ടികയിൽ നിന്ന് പുറത്താകും. അത് വീണ്ടും സമ്പന്നർ മാത്രം കൈയെടുക്കുന്ന സാഹചര്യം വരും. എൻട്രൻസിനും മറ്റും കോച്ചിങ്ങിന് അയക്കാൻ സാമ്പത്തിക ശേഷിയുമുള്ള ആളുകൾക്ക് മാത്രമായി സംവരണം മാറും. അതിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്, അല്ലാതെ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കരുത്. 2, ജിഹാദ് എന്നൊരു ആരോപണം ഉന്നയിച്ചു. ഞാനത് ഉത്തരം പറയേണ്ട ആളല്ല. പക്ഷേ ജിഹാദിന്റെ അർത്ഥം എന്താ? പോരാട്ടം എന്നുള്ള അർത്ഥത്തിലാണ്. വോട്ട് ജിഹാദാണ്, വോട്ടിനെ കൊണ്ട് പോരാട്ടം നടത്തി തോൽപ്പിക്കുന്നതാണ്. അതിന് ജിഹാദ് എന്ന് കേൾക്കുമ്പോഴത്തെ തുള്ളേണ്ട കാര്യം എന്താണ്? ജിഹാദ് എന്ന് പറയുമ്പോൾ തുള്ളേണ്ട കാര്യം എന്താണ്? ആ വാക്കിന്റെ അർത്ഥം പോരാട്ടം, പ്രതിഷേധം എന്നൊക്കെയാണ്. വോട്ടിനെ കൊണ്ട് പ്രതിഷേധിക്കുന്ന ആരെങ്കിലും പറഞ്ഞു അതിനെ എന്തിനാ ഈ തീവ്രവാദത്തിന്റെ സ്വഭാവത്തിലേക്ക് ചിത്രീകരിക്കുന്നത്? 3, അങ്ങനെയാണ് നേരത്തെ പ്രൊഫസർ ഷാലി സെബാസ്റ്റ്യൻ ജിഹാദി എന്ന് പറഞ്ഞപ്പോ എന്തിനാണ് താങ്കൾ കോപാക്രാന്തനായത്? ജിഹാദികൾക്ക് റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കൃഷിയോഗ്യമായ ഭൂമിയില്ലാത്ത, റോഡില്ലാത്ത ഭൂമിയുള്ള, കുന്നിൻ മുകളിൽ താമസിക്കുന്ന പട്ടികജാതി, പട്ടികവർഗ, വനവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് അർഹമായ സ്വത്തും കൃഷിയോഗ്യമായ ഭൂമിയും അവർക്ക് ജീവിക്കാനുള്ള ചുറ്റുപാടും, അവർക്ക് ഇപ്പോഴും ക്ലാസ് 4 ക്ലീനിങ് ജോലിയാണ് സംവരണത്തിലൂടെ കേന്ദ്ര സർക്കാർ കൊടുക്കുന്നത്. അതൊക്കെ തന്നെ നല്ല ജോലി കൊടുക്കണം. കേരളത്തിൽ കൊടുക്കുന്നത് പോലെ കേന്ദ്ര സർവീസിൽ നല്ല ജോലിയിൽ ഉത്തരേന്ത്യയിൽ എത്തുന്നില്ല. ആ സംസ്ഥാനങ്ങളിൽ റീഡിസ്ട്രിബ്യൂഷനിലൂടെ അവർക്ക് നല്ല ഭൂമി വേണം, കൃഷിയോഗ്യമായ ഭൂമി കൊടുക്കണം. ആ മാറ്റമാണ് ഉദ്ദേശിക്കുന്നത്. മറ്റൊന്ന്, ഞാൻ പറയാം എന്ന് പറഞ്ഞാൽ അതൊരു മതത്തെ സൂചിപ്പിക്കാനെന്ന് ആർക്കും അറിയാം. 3ാമത്തതിൽ അവസാനമായി ത്രിപുരയിലെ അവിടെയുള്ള ജനങ്ങളെ പേടിപ്പിക്കുകയല്ലേ? നിങ്ങൾ ഇന്ത്യയിൽ വേണോ അങ്ങോട്ട് പോണോ, പൗരത്വം വേണോ വേണ്ടേ, ഇന്ത്യയിൽ നിൽക്കണ്ടേ? ആ പാവങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് ഇതൊന്നും അറിയാത്ത ദരിദ്ര വിദ്യാഭ്യാസമുള്ള ജനവിഭാഗത്തെ നിങ്ങൾ ഇന്ത്യയിൽ പുറത്താക്കൂ, നിങ്ങളെ ആസാമിലെ പോലെ ജയിലിടുന്നൊക്കെ ഇതൊക്കെ അറിയാനുള്ള സംവിധാനം ഉണ്ട് ഇപ്പോ. അതെ അതെ. സ്ഥാനാർത്ഥിയില്ല. പ്ലീസ് എല്ലാവരും എന്നോടൊന്ന് സഹകരിക്കണം. എന്തായാലും കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളിലൂടെയാണ് കടന്നു പോകുന്നത്. പ്രേക്ഷകരോട് അഭ്യർത്ഥന, വോട്ടെണ്ണൽ ദിനം മറ്റന്നാൾ ജനൻ TV യോടൊപ്പം ആഘോഷിക്കുക. ജനൻ ഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.